നമസ്കാരം. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മന്ത്രിയുടെ ഇടപെടലും ഫലം കണ്ടില്ല. എരമം വില്ലേജിൽ ഭൂപ്രശ്നം തുടരുന്നു. ക്ഷുഭിതരായ പ്രദേശവാസികൾ വില്ലേജ് റവന്യൂ അധികൃതരെ തടഞ്ഞുവച്ചു. മലയോരത്തെ കാർന്ന് തിന്ന് കഞ്ചാവ് മാഫിയ. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഇതര സംസ്ഥാനക്കാരെ വരെ വലയിലാക്കിയാണ് ഈ മാഫിയ സംഘം മലയോരത്ത് വിലസുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ ഭരണകൂടത്തിന്റേതെന്ന് വി.ഡി. സതീശൻ. രാജ്യത്തിനായി നന്മകൾ ചെയ്തവരുടെ ചരിത്രം ഇല്ലായ്മ ചെയ്ത് തങ്ങളുടെ ചരിത്രം ഉണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും വി.ഡി. സതീശൻ. വൈദ്യുതി വേലി തകർന്നു. കാട്ടാന ഭീതിയിൽ ചെറുപുഴ പ്രദേശം. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ മണ്ണെടുപ്പ് വ്യാപകമായി തുടരുന്നു. അധികൃതരുടെ മൌനാനുവാദത്തോടെയാണ് ഈ മണ്ണെടുപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. മന്ത്രിയുടെ ഇടപെടലും ഫലം കണ്ടില്ല. എരമം വില്ലേജിൽ ഭൂപ്രശ്നം തുടരുന്നു. ക്ഷുഭിതരായ പ്രദേശവാസികൾ വില്ലേജ് റവന്യൂ അധികൃതരെ തടഞ്ഞുവച്ചു. ഭൂമിയെക്കുറിച്ച് വ്യക്തമായ രേഖകൾ ഉണ്ടായിട്ടും നികുതി സ്വീകരിക്കുവാൻ വില്ലേജ് അധികൃതർ തയ്യാറാകാത്തതാണ് പ്രശ്നത്തിന് ആധാരം. എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കൈവശം വെച്ചുവരുന്ന ഭൂമി, ആ ഭൂമിയുടെ കൈവശാവകാശ രേഖയും അനുബന്ധ രേഖകളെല്ലാം കൈവശമുണ്ടായിട്ടും അവർ നികുതി വാങ്ങാനോ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ വില്ലേജ് അധികാരികൾ, റവന്യൂ അധികാരികൾ തയ്യാറാകാത്തതിനെ തുടർന്നാണ് അവിടുത്തെ ജനങ്ങൾ ഇത്തരമൊരു പ്രതിസന്ധിയിലകപ്പെട്ടത്. ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എത്രയോ നിവേദനങ്ങൾ റവന്യൂ അധികാരികളുടെ മുന്നിൽ അവിടുത്തെ കൃഷിക്കാർ നൽകിയെങ്കിലും ഈ ആവശ്യങ്ങൾ പരിഗണിക്കാതിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ബഹുമാന്യനായ പയ്യന്നൂർ എം.എൽ.എ. ശ്രീ സി കൃഷ്ണൻ മുൻകൈയെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഈ ഭൂപ്രശ്നം പരിഹരിക്കാനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതാണ്. 3 മാസത്തിനിടയിൽ ഈ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശിച്ചിട്ടും ഇവിടെ റവന്യൂ അധികാരികൾ ആ തീരുമാനം ലംഘിക്കുന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിച്ചത്. തളിപ്പറമ്പ് താലൂക്കിലെ എരമം വില്ലേജിൽ മേൽക്കുളങ്ങര ദേവസ്വം ഭൂമിയിൽ 80 വർഷത്തിലേറെയായി താമസിക്കുന്ന കുടുംബങ്ങളുടെ കൈവശാവകാശത്തെക്കുറിച്ചും നികുതി അടവിനെ ചൊല്ലിയുമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പലവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വില്ലേജ് റവന്യൂ അധികൃതർ പ്രദേശത്തുകാരോട് നികുതി സ്വീകരിക്കുവാനോ കൈവശാവകാശ രേഖകൾ നൽകുവാനോ തയ്യാറായില്ല. ഇതേ തുടർന്ന് പ്രദേശത്തുകാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ എം.എൽ.എ. ഇടപെട്ട് പ്രശ്നം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രി തന്നെ പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. 3 മാസത്തിനുള്ളിൽ പ്രശ്നപരിഹാരം കാണണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. എന്നാൽ നാളിതുവരെയായി റവന്യൂ വില്ലേജ് അധികൃതർ അനുകൂലമായ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാരോപിച്ചാണ് പ്രദേശവാസികൾ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങിയത്. വില്ലേജ് അധികൃതരെ ശനിയാഴ്ച രാവിലെ മുതൽ പ്രദേശവാസികൾ തടഞ്ഞുവച്ചു. കലക്ടറെത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ മാത്രമേ ജീവനക്കാരെ പുറത്തുപോകാൻ അനുവദിക്കുകയെന്നായിരുന്നു പ്രദേശത്തുകാരുടെ ഭാഷ്യം. എന്നാൽ പ്രശ്നപരിഹാരത്തിന് തഹസിൽദാർ എത്തിയെങ്കിലും നടപടിയാകാത്തതിനെ തുടർന്ന് തഹസിൽദാറെയും നാട്ടുകാർ തടഞ്ഞുവച്ചു. തുടർന്ന് വൈകിട്ട് 7 മണിയോടെ ADM സ്ഥലത്തെത്തുകയും പ്രശ്നപരിഹാര ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മലയോരത്തെ കാർന്ന് തിന്ന് കഞ്ചാവ് മാഫിയ. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഇതര സംസ്ഥാനക്കാരെ വരെ വലയിലാക്കിയാണ് ഈ മാഫിയ സംഘം മലയോരത്ത് വിലസുന്നത്. ചെറുപുഴ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയാണ് ഇവർ വിൽപ്പനയ്ക്കും ഉപഭോഗത്തിനുമായി കണ്ടെത്തുന്നത്. അരവഞ്ചാൽ മുതൽ ചെറുപുഴ, പുളിങ്ങോം, പാലാവയൽ, ഇടവരമ്പ്, കരിയക്കര, കോഴിച്ചാൽ വരെയും മലഞ്ചെരിവുകളായ ജോസ്ഗിരി, രാജഗിരി പ്രദേശങ്ങളിലും കഞ്ചാവ് സുലഭമാണ്. ചെറുപൊതികളിലാക്കിയാണ് ഇവ വിൽപ്പന നടത്തുന്നത്. മലയോരത്തെ മിക്ക കോളേജുകളുടെയും ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും പരിസരത്തും വിൽപ്പന തകൃതിയായി നടന്നുവരുന്നുണ്ട്. ഇതിനായി ഓരോ സ്ഥാപനങ്ങളിലും നിരവധി വിദ്യാർത്ഥി ഏജന്റുമാരുള്ളതായും പറയപ്പെടുന്നു. ശനി, ഞായർ, മറ്റ് അവധി ദിവസങ്ങളിൽ ചെറുപുഴ ചെക്ക് ഡാം, പുളിങ്ങോം ഫോറസ്റ്റിലേക്കുള്ള പാലം, മറ്റ് ഒഴിഞ്ഞ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണത്രേ വിൽപ്പന നടക്കുന്നത്. ചില ഒഴിഞ്ഞ സ്ഥലത്തെ കച്ചവട സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വിൽപ്പന തകൃതിയായിട്ടുണ്ടത്രേ. കഞ്ചാവ് പിടിച്ചാൽ മുൻകാലങ്ങളിൽ നിന്ന് മാറി ചെറിയ രീതിയിലുള്ള ശിക്ഷ മാത്രമേ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ എന്നതിനാൽ തന്നെ ഇവർക്ക് വിൽപ്പന നടത്തുവാനും സൗകര്യമാകുന്നു എന്നർത്ഥം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ ഭരണകൂടത്തിന്റേതെന്ന് വി.ഡി. സതീശൻ. രാജ്യത്തിനായി നന്മകൾ ചെയ്തവരുടെ ചരിത്രം ഇല്ലായ്മ ചെയ്ത് തങ്ങളുടെ ചരിത്രം ഉണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും വി.ഡി. സതീശൻ.
തൃക്കരിപ്പൂരിൽ ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ രാജ്യം കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളുടെയും പുരോഗമനപരമായ പദ്ധതികളുടെയും ഉടമയാണ് ഇന്ദിരാഗാന്ധിയെന്നും ലോകം മുഴുവൻ മാനിച്ച ഇന്ദിരാജി രാജ്യത്തിനായി നേടിയെടുത്ത നേട്ടങ്ങളും അവരുടെ ജ്വലിക്കുന്ന ഓർമ്മകളെയും ഇല്ലാതാക്കാനുള്ള നീക്കമാണ് സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് വി.ഡി. സതീശൻ എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. കാലത്തിനു മുൻപേ നടന്ന ധീരയായ നേതാവാണ് ഇന്ദിരാജി. പ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ഇത്രയേറെ അവബോധമുണ്ടായിരുന്ന മറ്റൊരു ഭരണാധികാരി ഉണ്ടായിരുന്നില്ല. സമസ്ത മേഖലകളിലും പുരോഗമനപരമായ പദ്ധതികൾ നടപ്പാക്കിയതിന്റെ ഗുണമാണ് നമ്മൾ ഇത്രയും കാലം അനുഭവിച്ചു വന്നത്. അത് പാടെ തല്ലിത്തകർത്ത് ജനങ്ങളെ തമ്മിലടുപ്പിച്ചും വികാരങ്ങൾ വ്രണപ്പെടുത്തിയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റുകയുമാണ് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട്. നാടിനെ വലിയ വിപത്തിലേക്ക് നയിക്കുന്ന ഈ ശക്തികളെ വാഴാൻ അനുവദിച്ചുകൂടെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. മാത്രമല്ല, പാകിസ്ഥാനിൽ രൂപം കൊണ്ടുവരുന്ന കിഴക്കൻ പാകിസ്ഥാനിൽ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന വിമോചന പ്രസ്ഥാനത്തിന് ഇന്ത്യ പിന്തുണ കൊടുക്കുകയും ആ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച് ബംഗ്ലാദേശ് എന്നുള്ള ഒരു പുതിയ രാജ്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ആ യുദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, അന്നും ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായ അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കാൻ പുറപ്പെട്ടു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തര കേരളത്തിലെ മികച്ച സഹകാരിക്കുള്ള 10,001 രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും മമ്പ്രം ദിവാകരന് വി.ഡി. സതീശൻ സമർപ്പിച്ചു. ചെയർമാൻ കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ.ജി.സി. ബഷീർ പൊന്നാട ചാർത്തി. അവാർഡ് നിർണയ സമിതി അംഗം കെ ശശി അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ കുട്ടികൾക്ക് KPCC സെക്രട്ടറി കെ നീലകണ്ഠൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് പി.കെ. ഫൈസൽ, ജനറൽ സെക്രട്ടറിമാരായ മാമുനി വിജയൻ, കെ.പി. പ്രകാശൻ, അംഗം പി.വി. കണ്ണൻ, കെ.വി. വിജയൻ, കെ.വി. മുകുന്ദൻ, ജനറൽ കൺവീനർ കെ.പി. ജയദേവൻ, ഷാജി തെക്കിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വൈദ്യുതി വേലി തകർന്നു. കാട്ടാന ഭീതിയിൽ ഒരു പ്രദേശം. ചെറുപുഴ പഞ്ചായത്തിലെ ഇടവരമ്പ്, കോഴിച്ചാൽ, മീൻതുള്ളി, ആറാട്ടുകടവ്, കാനംവയൽ പ്രദേശങ്ങളാണ് കാട്ടാന ഭീതിയിൽ കഴിയുന്നത്. മഴക്കാലം വന്നെടുക്കുമ്പോൾ ഈ പ്രദേശത്തുകാർക്ക് ഉള്ളിൽ തീയാണ്. കർണാടക വനാതിർത്തിക്ക് ചേർന്ന് താമസിക്കുന്ന ഇവർ രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷികൾ ഏതു നിമിഷവും നശിപ്പിക്കപ്പെടും. ഇലവാരാൻ ഒരാളും തീകായൽ മറ്റൊരാളും എന്ന പഴഞ്ചൊല്ല് പോലെ കഷ്ടപ്പാട് പാവം കർഷകർക്കും നശിപ്പിക്കാൻ കാട്ടാനയും. മഴക്കാലം വന്നാൽ ഇവ കൂട്ടത്തോടെ കാടിറങ്ങി നാട്ടിലെത്തുന്നു. കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. ഈ സ്ഥിതി കാലങ്ങളായി തുടർന്നപ്പോൾ വൈദ്യുതി വേലി നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കെ.ബി. ഗണേഷ് കുമാർ വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വേലി നിർമ്മാണവും പൂർത്തിയായി. പുളിങ്ങം മുതൽ കാനംവയൽ വരെ കിലോമീറ്ററുകൾ ദൂരത്തിലാണ് അന്ന് വൈദ്യുതി വേലി നിർമ്മിച്ചത്. ഇതോടെ ഈ പ്രദേശത്തുകാർ സമാധാനത്തോടെ ഉറങ്ങുവാനും തുടങ്ങി. പക്ഷേ വേലിയുടെ പ്രവർത്തനം ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന ആളുകൾ തന്നെ അവ നശിപ്പിച്ചും തുടങ്ങി. ചിലർക്കൊക്കെ വനത്തിനകത്ത് പ്രവേശിക്കാൻ വേലി തടസ്സമായി വന്നപ്പോൾ അവർ തന്നെ അതിൻ്റെ കടയ്ക്ക് കത്തിവെച്ചു. അതോടെ വൈദ്യുതി കടത്തിവിടാനും പറ്റാതെയായി. എങ്കിലും ഇന്നാട്ടുകാർ ഇതും ഉപയോഗപ്പെടുത്തി. തുണി ഉടങ്ങാനിടാൻ ഇതിൽ കൂടുതൽ സൗകര്യം വേറെന്തുണ്ട്? ഇങ്ങനെ ഇത് നശിപ്പിക്കപ്പെട്ടപ്പോൾ വേലികളെല്ലാം തന്നെ തുരുമ്പെടുത്തും കാടുകയറിയും നശിച്ചു. ഇപ്പോൾ പഴയ സ്ഥിതിയിൽ ആനകൾ കൃഷിയിടത്തിലെത്തി കൃഷി നശിപ്പിക്കുവാനും തുടങ്ങി. അതോടെ ഇവിടുത്തെ കർഷകരുടെ ഉറക്കവും പോയി. എന്തു ചെയ്യാം? വേലി തന്നെ വിളവ് തിന്നുമ്പോൾ പിന്നെന്താണ് പറയാൻ? ഇനി പാവം കർഷകർക്ക് ആന വരുന്നതും നോക്കി ടിന്നും പടക്കവും തീപ്പന്തവുമായി കാത്തിരിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി ഹരിത കേരള മിഷന്റെ ഭാഗമായുള്ള പരിശീലന പരിപാടി പയ്യന്നൂർ നഗരസഭാ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനം പരിപൂർണമായും മാലിന്യരഹിതമാക്കുകയെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഊർജിതമായ ശ്രമം ശുചിത്വ മാലിന്യ സംസ്കരണ യജ്ഞത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യമെന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി ഹരിത കേരള മിഷന്റെ ഭാഗമായുള്ള പരിശീലന പരിപാടി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ഏതൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിശദാംശങ്ങളാണ് ഇവിടെ ഇതിന്റെ ബന്ധപ്പെട്ട ആർപിമാർ ക്ലാസ്സിൽ പറയും. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ തന്നിരിക്കുന്ന കൈപ്പുസ്തകത്തിൻ്റെ പുറകിൽ തന്നെ കുറിപ്പുകൾ എഴുതാൻ പ്രത്യേകമായിട്ട് വേറെ പാഡിൻ്റെ ആവശ്യമില്ല. അതിനുള്ള സ്പേസ് ഈ ഹാൻഡ് ബുക്കിൻ്റെ ഏറ്റവും പുറകിലുണ്ട്. അവിടെ ആവശ്യമായ കുറിപ്പുകൾ എടുത്തു വരും. അപ്പം നമുക്ക് മാലിന്യ സംസ്കരണം എല്ലാ വീടുകളിലും ഉറവിടങ്ങളിൽ തന്നെ മാലിന്യം സംസ്കരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കിലയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്.
നഗരസഭാ ഹാളിൽ വൈസ് ചെയർമാൻ KP ജ്യോതിയുടെ അധ്യക്ഷതയിൽ റിസോഴ്സ് പേഴ്സൺമാരായ സുകുമാരൻ, സേതുമാധവൻ, രവീന്ദ്രൻ എന്നിവർ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള രൂപസാദൃശ്യത്തിന്റെ പേരിൽ അവിചാരിതമായുണ്ടായ പ്രശസ്തിയിൽ ശരിക്കും പെട്ടുപോയിരിക്കുകയാണ് മാത്തിൽ കുറുവേലിയിലെ പടിഞ്ഞാറെ കൊഴുമൽ വീട്ടിൽ രാമചന്ദ്രൻ. നാട്ടിലും മറുനാട്ടിലും താരമായെങ്കിലും അതിലൊന്നും കാര്യമില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ നിലപാട്. മാധ്യമ പട ഒന്നിനു പിറകെ ഒന്നായി എത്തിയപ്പോൾ ബാംഗ്ലൂരുവിലെ മകന്റെ വീട്ടിലുള്ള വാസം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് നാട്ടുകാരുടെ സ്വന്തം മോഡി. മോഡിയെ പോലെ വെട്ടിയൊതുക്കിയ നരച്ച താടി, ഇടത്തുനിന്നും വലത്തേക്ക് ചീകി ഒതുക്കിയ മുടി, കൂടെ കണ്ണടയും, ഇതെല്ലാം ചേർന്നപ്പോൾ ആൾ ശരിക്കും മോഡി തന്നെ. ഫോട്ടോയെടുത്ത് സമൂഹ മാധ്യമങ്ങളിട്ടയാളെ കുറ്റം പറയാൻ പറ്റില്ല, അത്രയ്ക്കുമുണ്ട് സാദൃശ്യം. ബാംഗ്ലൂരിലുള്ള മകന്റെ വീട്ടിലേക്ക് പോകാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ചിത്രമാണ് രാമചന്ദ്രനെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയത്. ഒപ്പം സ്വസ്ഥത ഇല്ലാതാക്കിയതും നരേന്ദ്രമോദി റെയിൽവേ സ്റ്റേഷനിൽ എന്ന അടിക്കുറിപ്പോടെ ഇട്ട ചിത്രം. വൈറലാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. കഥയൊന്നും അറിയാതെ ബാംഗ്ലൂരിലുള്ള മകന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പ്രശസ്തിയും കൂടെയെത്തി. സംഭവത്തിൽ രാമചന്ദ്രന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല എന്നതാണ് സത്യം. ഏറെക്കാലം വിദേശത്തായിരുന്ന രാമചന്ദ്രൻ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഈ രൂപസാദൃശ്യം തിരിച്ചറിഞ്ഞ് ഇദ്ദേഹത്തോടൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ പലരും എത്താറുണ്ടായിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷമാണ് ഇദ്ദേഹം പോലും തൻ്റെ രൂപസാദൃശ്യം ശ്രദ്ധിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന മോഡിയുടെ ചിത്രത്തിൻ്റെ കഥ ഒടുവിൽ സാക്ഷാൽ നരേന്ദ്രമോദിയും അറിഞ്ഞു. 35 വർഷത്തെ മുംബൈ വാസത്തിനും 11 വർഷത്തെ ഗൾഫ് പ്രവാസത്തിനും ശേഷം നാട്ടിലെത്തി തീർത്ഥാടനവും ആത്മീയ കാര്യങ്ങളുമായി ഒതുങ്ങിക്കഴിയുകയായിരുന്നു. മലയാളം കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ്, അറബി എന്നിങ്ങനെ 5 ഭാഷകളിൽ കൂടി പ്രാവീണ്യമുള്ള രാമചന്ദ്രന് മോദിയുമായുള്ളത് രൂപസാദൃശ്യം മാത്രമല്ല, മോദിയെപ്പോലെ തന്നെ സസ്യാഹാരിയും യോഗ പ്രചാരകനുമാണ്. 2 ആൺമക്കളിൽ ഒരാൾ ബാംഗ്ലൂരിൽ IBM കമ്പനിയിലും മറ്റേയാൾ ബെൽജിയത്തിൽ ടാറ്റ കൺസൾട്ടൻസിയിലും ഉയർന്ന പദവിയിൽ ജോലി ചെയ്യുകയാണ്. ഭാര്യ ബാംഗ്ലൂരിൽ മകനോടൊപ്പം കഴിയുന്നു. രാമചന്ദ്രൻ സ്വയം തിരഞ്ഞെടുത്ത ഏകാന്ത ജീവിതത്തിലാണിപ്പോൾ. എല്ലാവരും പറയുന്നു മോദിയായിട്ടുള്ള വളരെയധികം ലൈക്ക്നെസ് ഉണ്ട്. കാരണം ഇത്രയും പ്രശസ്തമായ ഒരു പ്രധാനമന്ത്രി, ലോകത്തിൽ തന്നെ വളരെ പ്രശസ്തിയുള്ള ഒരാളുടെ ഒരു ഛായ നമുക്കുണ്ടാകുമ്പോഴും ജനങ്ങൾ മുഴുവൻ നമ്മൾക്കൊരു ആദരവ് തരുന്നു എന്നുള്ളതല്ലാതെ നമ്മൾക്കിപ്പോൾ വേറെ മെറിറ്റൊന്നും ഇല്ലല്ലോ. നമ്മൾ പിന്നെ രാഷ്ട്രീയത്തിലൊന്നുമില്ല. ഒരു ശാന്തമായ ഏകാന്തമായ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. വായിക്കുക, രാജ്യത്തിൽ യാത്ര ചെയ്യുക, പുതിയ പുതിയ സ്ഥലങ്ങളിൽ, ഹോളി പ്ലേസസൊക്കെ, ഇതൊക്കെയാണ് നമ്മുടെ താല്പര്യങ്ങളൊക്കെ. അപ്പം കുട്ടികളൊക്കെ അവർ ബോംബെയിലും അവിടെ ബാംഗ്ലൂരിലും അവിടെ ആയിട്ടൊക്കെ താമസിക്കുന്നുണ്ട്. അവർ വല്ലപ്പോഴും അവിടെ വിസിറ്റ് ചെയ്യും. ഞാൻ തിരിച്ചു വന്നു നമ്മുടെ ഏകാന്തതയിലുള്ള ജീവിതം. മോഡി രാമചന്ദ്രൻ എന്നാണ് നാട്ടിലുള്ളവർ വിളിക്കുന്നത്. ഈ പ്രശസ്തിയിൽ നാട്ടുകാരും തൃപ്തരാണ്. അയൽവാസിയുടെ വാക്കുകളിലേക്ക്. അപ്പം പ്രധാനമന്ത്രിൻ്റെ ഒരു മോശയില്ല ആളല്ലേ, അന്നേരം അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവില്ലേ. പിന്നെ ലോകം ഒട്ടുക്കലും വൈറലായി പോയില്ലേ. ഇപ്പോൾ മറ്റൊരു കാര്യം അറിയാനാണ് ഇദ്ദേഹം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ തനിക്ക് അല്പം അകലെയായി നിന്നിരുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കുടയുടെ മറ പിടിച്ച് തൻ്റെ ചിത്രം പകർത്തി സമൂഹ മാധ്യമത്തിലിട്ട ആ രസികൻ ആരെന്നറിയാനുള്ള താല്പര്യം. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി. തിരുവനന്തപുരത്ത് CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് CPIM തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീടിനും കാറിനും നേരെ നടന്ന അക്രമത്തിനെതിരെ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPIM നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന് CPIM നേതാക്കളായ M രാമചന്ദ്രൻ, KV ജനാർദ്ദനൻ, M അമ്പൂഞ്ഞി, PR റഹ്മാൻ, M ശ്രീധരൻ, MV സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൗൺ ചുറ്റിയ പ്രകടനം CPIM ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി.
BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തകർത്തതിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂരിൽ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. BJP ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തിരക്കുകൾക്കിടയിൽപ്പെട്ട് നട്ടം തിരിയുന്നവർക്ക് മനസ്സിന് കുളിരായി മാത്തിലെ ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം. പ്രകൃതിയൊരുക്കുന്ന അപൂർവ അനുഭവങ്ങൾ സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ഉൾനാടൻ പ്രദേശത്തെ ഈ വെള്ളച്ചാട്ടം. വരപ്രസാദം പോലെ ലഭിച്ച പ്രകൃതി ഭംഗിയുടെ കൂട്ടുകാരി കൂടിയാകുന്നു മാത്തിലെ ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം. ഇടതൂർന്ന മരങ്ങളും ഈ വെള്ളച്ചാട്ടവും കുളിർമ തേടിയെത്തുന്നവരുടെ പറുദീസ കൂടിയാവുകയാണ്. തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്നുവെന്നുള്ളതാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രധാന പ്രത്യേകത. ജീവിതത്തിന്റെ തിരക്കിനിടയിൽ വിരസമാകുമ്പോൾ മനസ്സും ശരീരവും ഒന്ന് ശുദ്ധിയാക്കാൻ ഈ വെള്ളച്ചാട്ടത്തിലെത്തിയാൽ മതി. അത്രയ്ക്കുണ്ട് മനോഹാരിത ഇവിടെ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മായാലോകത്തിലെത്തിയ പ്രതീതിയാണ് ലഭിക്കുക. വെള്ളച്ചാട്ടത്തിന്റെ അഭൗമ സൗന്ദര്യം തുടിച്ചു നിൽക്കുകയാണ് ഹരിതീർത്ഥക്കരയിൽ. ഇവിടെ എത്തിയാൽ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം മാത്രമേ നിങ്ങളുടെ കാതുകളിൽ പതിക്കൂ. ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യാനുഭൂതി കേട്ടറിഞ്ഞ് നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയാൽ പിന്നെ മടങ്ങിപ്പോകാൻ തോന്നുകയേയില്ല. മനസ്സില്ലാ മനസ്സോടെ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ കുളിരു പകരുന്ന ഒരനുഭൂതിയായി ഈ വെള്ളച്ചാട്ടം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും, തീർച്ച. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ലഹരിവർജന മിഷൻ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയുടെ പ്രചരണ പരിപാടി പയ്യന്നൂർ KSRTC ഡിപ്പോയിൽ നടന്നു. എക്സൈസ് ഓഫീസർ VV പ്രഭാകരൻ നേതൃത്വം നൽകി. പയ്യന്നൂർ KSRTC ഡിപ്പോയും പയ്യന്നൂർ A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുമായി സഹകരിച്ച് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്തി പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. കേരള സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും NSS വളണ്ടിയർമാരുടെ സഹായത്തോടുകൂടി KSRTC ബസ്സുകൾക്ക്, അതായത് ഓരോ ബസ്സുകളിലും 5 സ്റ്റിക്കർ വീതം വിമുക്തിയുടെ 5 സ്റ്റിക്കർ വീതം ഒട്ടിക്കുവാൻ വേണ്ടിയിട്ട് നിർദ്ദേശം തന്നിട്ടുണ്ട്. ആയതുപ്രകാരം പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലെ NSS വളണ്ടിയർമാരുടെ സഹായത്തോടുകൂടി പയ്യന്നൂർ KSRTC ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്നതും വന്നു പോയിക്കൊണ്ടിരിക്കുന്നതുമായ KSRTC ബസ്സുകൾക്ക് വിദ്യാർത്ഥികളുടെ സഹായത്തോടുകൂടി സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു ചടങ്ങാണ്. സ്കൂളിലെ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ബസ്സുകളിൽ ലഹരി വിമുക്തി സ്റ്റിക്കർ പതിച്ചു. ചടങ്ങിൽ എക്സൈസ് ഇൻസ്പെക്ടർ VV പ്രഭാകരൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ V. അഷ്റഫ്, പ്രിവന്റീവ് ഓഫീസർ T. സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മനോജ്, കമലാക്ഷൻ, സ്കൂൾ പ്രിൻസിപ്പൽ CK ബിന്ദു, NSS പ്രോഗ്രാം ഓഫീസർ താഹിറ KV, KSRTC ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഷാജി വർഗീസ്, ഡിപ്പോ എഞ്ചിനീയർ KP അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മണ്ടൂർ KA കേരളീയൻ സ്മാരക മന്ദിരത്തിലേക്ക് വാഹനം പാഞ്ഞുകയറി. അമിത വേഗതയിൽ വന്ന മീൻ ലോറി നിയന്ത്രണം വിട്ട് സ്മാരക മന്ദിരത്തിൽ ഇടിക്കുകയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെ അമിത വേഗതയിൽ വന്ന മീൻ ലോറി നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട മീൻ ലോറി ഇടിച്ച് KSTP റോഡിലെ സൂചനാ ബോർഡും KA കേരളീയൻ സ്മാരക മന്ദിരത്തിനു മുൻപിലെ പന്തലും തകർത്തിട്ടുണ്ട്. അമിത വേഗതയിൽ വന്ന ലോറി ഇടിച്ചിട്ട് നിർത്താതെ പോവുകയായിരുന്നു. പരിയാരം പോലീസിൽ പരാതി നൽകി. ഷീറ്റടക്കം അടിച്ച് ആ KSTPയുടെ ബോർഡും എല്ലാം തകർത്തിട്ട് അമിത വേഗതയിൽ നിർത്താതെ തന്നെ പോകുന്ന അവസ്ഥയുണ്ടായത്. പരിയാരം പോലീസ് സ്റ്റേഷനിൽ ഈ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്.
അതേസമയം ഉടനെ തന്നെ ആ സംഭവം നടന്ന ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞിരുന്നു. ആ സമയം നടപടി എടുത്തിരുന്നുവെങ്കിൽ കൈയോടെ തന്നെ വാഹനത്തെ നമുക്ക് പിടികൂടാൻ കഴിയുമായിരുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ കൈയോടെ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു കാര്യം വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ പിന്നീട് ഞങ്ങൾ പരാതിയുമായി പോയി നേരിട്ട് സംസാരിച്ച ശേഷമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി വന്നത്. ഇന്ന് അവർ വന്ന് സ്വയം പ്രദേശ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ചെറുതാഴം ബാങ്കിന്റെ CCTVയിൽ ലോറിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്പർ വ്യക്തമല്ല. കേരളീയൻ മന്ദിരത്തിന് ഏകദേശം 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ മണ്ണെടുപ്പ് വ്യാപകമായി തുടരുന്നു. മണ്ണുകൊണ്ട് ചീറിപ്പായുന്ന ടിപ്പറുകളെ മുട്ടാതെ സ്വാമിമുക്ക് ഓണക്കുന്ന് റോഡിൽ നടക്കുക സാധ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. അധികൃതരുടെ മൗനാനുവാദത്തോടെയാണ് ഈ മണ്ണെടുപ്പ്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ കുന്നുകൾ ഓരോന്നായി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അധികൃതരുടെ കൺമുന്നിൽ കൂടി മണ്ണെടുപ്പ് തുടരുന്നത്. സ്വാമിമുക്ക് ഓണക്കുന്ന് റോഡിൽ മണ്ണുകൊണ്ട് ടിപ്പർ ലോറികൾ ചീറിപ്പായുന്നത് പതിവ് കാഴ്ചയാണ്. ഒരു ലോഡിന് ഇത്ര രൂപ എന്ന നിരക്കിലായതുകൊണ്ട് തന്നെ വെളിച്ചം വീശുമ്പോൾ തുടങ്ങുന്ന മണ്ണ് കടത്തൽ രാവന്തിയോളം തുടരും. ആരെങ്കിലും പരാതി നൽകിയാൽ തൽക്കാലം ഒന്നടങ്ങും, പിന്നീട് ഇരട്ടി ശക്തിയോടെ തുടരും. മേൽപ്പറഞ്ഞ റൂട്ടിൽ 2 വിദ്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. രണ്ടും പാതയുടെ അടുത്ത് തന്നെയാണ്. മരണപ്പാച്ചിലിൽ പായുന്ന ഈ ലോറികൾ കുട്ടികളുടെ മേൽ തട്ടാനുള്ള സാധ്യതയും കുറവല്ല. ഇക്കണക്കിന് നോക്കുകയാണെങ്കിൽ കുന്നില്ലാത്ത പഞ്ചായത്തായി ഈ പഞ്ചായത്ത് മാറും. മരുഭൂമിയായി മാറിയേക്കാവുന്ന ഈ നാട്ടിലെ വീടുകളിലിരുന്ന് മുത്തശ്ശിമാർ കുട്ടികളോട് പണ്ട് ഇന്നാട്ടിൽ ഏറെ കുന്നുകളും ശുദ്ധജലവും ഉണ്ടായിരുന്നുവെന്ന് നിരാശയോടെ കഥകൾ പറഞ്ഞു കൊടുക്കേണ്ടതായി വരും. ഭൂകമ്പം വരുന്ന മുന്നറിയിപ്പ് മൃഗങ്ങൾക്ക് നേരത്തെ ലഭിക്കുന്നത് പോലെ പോലീസോ മറ്റ് അധികാരികളോ പരിശോധനയ്ക്കെത്തുന്നുണ്ടെന്ന് ഇവർക്കും നേരത്തെ തന്നെ അറിവ് കിട്ടും. അന്ന് ഇവ നിശബ്ദമായിരിക്കും. വേണ്ടപ്പെട്ടവർ വേഗം കണ്ണു തുറന്നില്ലെങ്കിൽ നാട് മരുഭൂമിയായി തീരുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ജനശ്രീ സുസ്ഥിര മിഷൻ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ ജനശ്രീ കുടുംബാംഗങ്ങളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി VN എരിപുരം ഉദ്ഘാടനം ചെയ്തു. കലാമേന്മയുള്ള പ്രകടനങ്ങൾക്ക് അവിടെ ഒന്നാം സ്ഥാനം ലഭിച്ച് വളരെ മനോഹരമായ ട്രോഫി നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ അഭിമാനകരമായി നേടുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് സത്യത്തിൽ പയ്യന്നൂരിലെ ചടങ്ങിൽ വെച്ച് ചികിത്സാ സഹായ വിതരണം നടത്തി. തുടർന്ന് ജനശ്രീ കണ്ണൂർ ജില്ലാ കലാമേളയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു. ജനശ്രീ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ K. കമ്മാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുനിൽകുമാർ നന്ദാലൻ, DK ഗോപിനാഥ്, K. ജയരാജ്, KK ഫൽഗുനൻ, VK രവീന്ദ്രൻ, E. കൃഷ്ണപൊതുവാൾ, MV വത്സല, AK ശ്രീജ, EP ശ്യാമള, ലതാ നാരായണൻ, VE ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരള കർഷക സംഘം വെള്ളൂർ സൗത്ത് വില്ലേജ് കൺവെൻഷൻ പെരുമ്പ GM UP സ്കൂളിൽ നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം V. ബാലൻ ഉദ്ഘാടനം ചെയ്തു. അത് സ്വകാര്യ മേഖലയ്ക്ക് തീരെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഭക്ഷ്യ സംഭരണ രംഗത്ത് നിന്ന് ഇന്ത്യ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും പിൻവാങ്ങിയിരിക്കുന്ന കാണാൻ പറ്റും. V. സത്യനാഥ നായനാർ അധ്യക്ഷനായിരുന്നു. വില്ലേജ് സെക്രട്ടറി VP പ്രഭാകരൻ, KP ബാലകൃഷ്ണൻ, C. കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ചൊവ്വേരിയിൽ വാഹനാപകടം. ടവേരക്കാർ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട ബൈക്കിൽ തട്ടി തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാവിലെ 9 മണിക്കാണ് തൃക്കരിപ്പൂർ ചൊവ്വേരി ടയർ കടയുടെ മുന്നിൽ KL 60A 2332 ടവേരക്കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. തങ്കയം ഭാഗത്തു നിന്നും കാലിക്കടവ് ഭാഗത്തേക്ക് അമിത വേഗതയിൽ വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് റോങ് സൈഡിലുള്ള കടവരാന്തയിലേക്ക് കയറി തലകീഴായി മറിഞ്ഞത്. കടവരാന്തയിൽ നിർത്തിയിട്ടിരുന്ന ബജാജ് ബൈക്ക് കാറിനടിയിൽപ്പെട്ടു. കാർ യാത്രികരായ 4 പേരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മലയാള ഭാഷയുടെ അഭിമാനമായ സാഹിത്യ പ്രവർത്തക സംഘത്തിന്റെ വിൽപ്പന വിഭാഗം NBSന്റെ 3ാമത് പയ്യന്നൂർ പുസ്തകോത്സവം ജൂലൈ 31 മുതൽ ആഗസ്റ്റ് 9 വരെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും.
പരമാവധി വില കുറച്ച് പുസ്തകങ്ങൾ വായനക്കാരിൽ എത്തിക്കുക എന്നതാണ് പുസ്തകോത്സവത്തിന്റെ പ്രധാന ലക്ഷ്യം. NBS പ്രസിദ്ധീകരിച്ച മൂലധനം 50% ഡിസ്കൗണ്ടിൽ മേളയിൽ ലഭിക്കും. മലയാളത്തിലെ മഹാനിഘണ്ടുവായ ശബ്ദതാരാവലി 900 രൂപയ്ക്ക് ലഭ്യമാകും. അതുപോലെ 300 രൂപ വിലയിടാക്കുന്ന രാമായണം മേളയിൽ 200 രൂപയ്ക്ക് ലഭ്യമാകും. മറ്റു പുസ്തകങ്ങൾക്കും ആകർഷകമായ വിലക്കുറവ് ലഭിക്കും. കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ മലയാള പുസ്തകങ്ങളും ഇംഗ്ലീഷ് പുസ്തകങ്ങളും വിലക്കുറവിൽ ലഭ്യമാകും. C. കൃഷ്ണൻ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിക്കും. TI മധുസൂദനൻ പുസ്തക വിതരണം നിർവഹിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CATU പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. തിരിച്ചു ചോദിച്ചു, അപ്പൊ എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ പറഞ്ഞു, കണ്ണ പറഞ്ഞു 12 മണിക്കൂറാണ് അപ്പുറത്ത് ഓടിക്കുന്നത്, ഇവിടെ അവിടെ വേണ്ട, പരമാവധി 10 മണിക്കൂർ ഓടിക്കേണ്ടി വരും. അങ്ങനെ 10 മണിക്കൂറാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ അതിന് ഡ്യൂട്ടി പുതിയ പാറ്റേൺ സംവിധാനമാകും. വൈസ് പ്രസിഡന്റ് A. ലക്ഷ്മണൻ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സജിത് സദാനന്ദൻ, ജില്ലാ സെക്രട്ടറി ബിജുമോൻ പിലാക്കൽ, ജില്ലാ പ്രസിഡന്റ് P. രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാരികൾക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ ട്രാവൽസ് ഉടമ KU വിജയകുമാറിന് നൽകിക്കൊണ്ടാണ് അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തത്. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചേംബർ ഭരണാധികാരികളായ B. നന്ദകുമാർ, PP. സുമിത്രൻ, MK. തയ്യിൽ, AV. ശ്രീധരൻ, T. ബാബു, E. രാജലക്ഷ്മി, ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു. VP. സതീശൻ സ്വാഗതവും സായി കിഷോർ നന്ദിയും പറഞ്ഞു. ചെറുപുഴ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ക്ലാസും ജൂലൈ 30 ഞായറാഴ്ച രാവിലെ മുതൽ ചെറുപുഴ ലയൺസ് ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ചെറുപുഴ ലയൺസ് ഹാളിലാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുക. ജീവിതശൈലി രോഗങ്ങളെ മരുന്നിന് പകരം മിതമായ വ്യായാമം കൊണ്ട് ചികിത്സിച്ച് ആയിരക്കണക്കിന് രോഗികൾക്ക് വിശ്വാസം പകർന്നിട്ടുള്ള ഡോക്ടർ MV പ്രസാദ് 500 രൂപ പ്രവേശന ഫീസ് വാങ്ങി നടത്താറുള്ള ക്ലാസ് ചെറുപുഴ ലയൺസ് ക്ലബിന് വേണ്ടി തികച്ചും സൗജന്യമായാണ് ചെയ്യുന്നതെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. ക്ലാസിനോടനുബന്ധിച്ച് ജീവിതശൈലി രോഗനിർണയവും വ്യായാമങ്ങളുടെ പരിശീലനവും ഉണ്ടായിരിക്കും. മാധ്യമസമ്മേളനത്തിൽ ഷിബി ബെന്നി, ലയൺ AK സെബാസ്റ്റ്യൻ, സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. CATU തൃക്കരിപ്പൂർ പഞ്ചായത്ത് കൺവെൻഷൻ AB മാസ്റ്റർ മന്ദിരത്തിൽ നടന്നു. CATU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M. അമ്പുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ഇത് ഓരോ ദിവസവും നമ്മൾ ചർച്ച നടത്തണം. മുമ്പ് കാലത്ത് നമ്മൾ ചർച്ച ചെയ്ത് ഫാക്ടറിക്കകത്തായ പത്രം വായിക്കും, ചർച്ചയും തീരുമാനമെടുക്കും. ഇപ്പൊ ഉണ്ടോ? ഇന്ന് ആ ചർച്ചകളില്ല. നമ്മുടെ വീടുകളിൽ ചർച്ചയില്ല. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വീട്ടില് ഞാനും കൊണ്ടുവരുന്നുണ്ട്, എന്റെ ഭാര്യക്കും എന്റെ മകനൊന്നും ഇതറിയില്ല, അച്ഛനെ അർത്ഥം വരുന്നു. ഒക്ടോബർ വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തിന്റെയും CITU ദേശീയ പ്രക്ഷോഭത്തിന്റെയും മുന്നോടിയായി നടന്ന പഞ്ചായത്ത് കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി M. അമ്പൂഞ്ഞി ഉദ്ഘാടനം ചെയ്തു. MV. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. KV. ജനാർദ്ദനൻ, M. രാമചന്ദ്രൻ, PA. റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി കാട്ടാക്കട ശശിയുടെയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെയും വീടുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ കൺവെൻഷൻ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മുളപ്ര വിശുദ്ധ അൽഫോൻസ ദേവാലയത്തിൽ നടന്നുവന്ന നൊവേനയും തിരുനാൾ ആഘോഷവും സമാപിച്ചു. ഫാദർ തോമസ് പയ്യമ്പള്ളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസം രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും വചന സന്ദേശത്തിനും ഫാദർ തോമസ് പയ്യമ്പള്ളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മഞ്ഞക്കാട് ടൗണിലേക്ക് പ്രദക്ഷിണം നടന്നു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, ഭക്തസംഘടനാംഗങ്ങൾ, വിശ്വാസികൾ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. മറ്റ് ഇടവകകളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് പെരുന്നാൾ ദിനത്തിൽ ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. പ്രദക്ഷിണം തിരിച്ച് ദേവാലയത്തിലെത്തി ആശീർവാദത്തിന് ശേഷം ഊട്ടുനേർച്ചയോടെയാണ് തിരുനാൾ സമാപിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. അറിയിപ്പുകൾ. പയ്യന്നൂർ വിശ്വകർമ്മ വെൽഫെയർ സൊസൈറ്റി മെമ്പർമാരുടെ മക്കളിൽ
SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയികളായവർക്ക് ജൂലൈ 30 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 പയ്യന്നൂർ മൈത്രി സൽക്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുമോദനം നൽകും. യൂത്ത് സെന്റർ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുക്കൾ കെ ശിവകുമാർ പരിശീലിപ്പിക്കുന്ന കുട്ടികളുടെ കോൽക്കളി ബാച്ചിന്റെ കോലെടുക്കൽ ചടങ്ങ് ജൂലൈ 30 ഞായറാഴ്ച രാവിലെ 8:30 പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്കൃതി മാടായി സംഘടിപ്പിക്കുന്ന മാടായി ജലോത്സവം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ജൂലൈ 30 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് PK ശ്രീമതി ടീച്ചർ MP പഴയങ്ങാടിയിൽ നിർവഹിക്കും. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ മാലിന്യ സംസ്കരണ പദ്ധതികളുടെ അവസ്ഥാനിർണ്ണയം നടത്തുന്നതിനായുള്ള ഗൃഹസന്ദർശന പരിപാടി പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഓഗസ്റ്റ് 5 മുതൽ 10 വരെ തീയതികളിൽ നടക്കും. എല്ലാവർക്കും സുരക്ഷിത ഭവനമെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ലൈഫ് മിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളുടെ കരട് പട്ടിക ജൂലൈ 30 പ്രസിദ്ധീകരിക്കും. നഗരസഭാ ഓഫീസിലും വെബ്സൈറ്റിലും ലിസ്റ്റ് പരിശോധനയ്ക്ക് ലഭിക്കും. ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 10. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രിയുടെ ഇടപെടലും ഫലം കണ്ടില്ല. എരമം വില്ലേജിൽ ഭൂപ്രശ്നം തുടരുന്നു. ക്ഷുഭിതരായ പ്രദേശവാസികൾ വില്ലേജ് റവന്യൂ അധികൃതരെ തടഞ്ഞുവച്ചു. മലയോരത്തെ കാർന്നു തിന്ന് കഞ്ചാവ് മാഫിയ. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഇതര സംസ്ഥാനക്കാരെ വരെ വലയിലാക്കിയാണ് ഈ മാഫിയ സംഘം മലയോരത്ത് വിലസുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ ഭരണകൂടത്തിന്റേതെന്ന് VD സതീശൻ. രാജ്യത്തിനായി നന്മകൾ ചെയ്തവരുടെ ചരിത്രം ഇല്ലായ്മ ചെയ്ത് തങ്ങളുടെ ചരിത്രം ഉണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും VD സതീശൻ. വൈദ്യുതി വേലി തകർന്നു. കാട്ടാന ഭീതിയിൽ ചെറുപുഴ പ്രദേശം. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ മണ്ണെടുപ്പ് വ്യാപകമായി തുടരുന്നു. അധികൃതരുടെ മൗനാനുവാദത്തോടെയാണ് ഈ മണ്ണെടുപ്പ്. ന്യൂസ് അവരുടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.